പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം പലവിധമായ രോഗങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ്. എന്നാൽ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവവചനം പറയുമ്പോൾ അവിടെ നമുക്ക് അത്ഭുതങ്ങൾ കാണുവാനായിട്ട് കഴിയും. തിരുവചനം എബ്രായ ലേഖനം 4:12 ഇപ്രകാരം പറയുന്നു: ദൈവവചനം ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഏതെല്ലാം വിഷയങ്ങളാണെങ്കിലും ആ വിഷയത്തിന് തക്കതായിട്ടുള്ള ദൈവവചനം തിരുവചനത്തിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് പറയുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും. ഞാനും പലവിധമായ രോഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈ ദൈവവചനങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ആശ്വാസം തരികയുണ്ടായി. യെശയ്യാവ് 53:5 ഇപ്രകാരം പറയുന്നു: അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സങ്കീർത്തനം 103:5 ഇപ്രകാരം പറയുന്നു: അവൻ നിന്റെ സകല അകൃത്യങ്ങളെയും മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തികളാണ്, എത്ര വലിയ രോഗമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞ് നിങ്ങളെ തള്ളിക്കളഞ്ഞ വ്യക്തികളാണെങ്കിലും, കട്ടിൽ കിടക്കളിൽ നിങ്ങൾ കിടക്കുകയാണെങ്കിലും, ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് നിങ്ങളോട് പറഞ്ഞാലും, ഞാനൊരു വചനം പറയട്ടെ: നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യം വന്നിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യിരെമ്യാവ് 33:6 ഇപ്രകാരം പറയുന്നു: അവൻ എനിക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യം വരുത്തരുന്നു. എന്നും രാവിലെ എഴുന്നേറ്റ് എന്തെല്ലാം രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയാലും ഈ തിരുവചനം തീർച്ചയായിട്ടും നിങ്ങൾ പറയാൻ തീരുമാനിക്കുക. നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ പറയണം. തിരുവചനം ഇപ്രകാരം പറയുന്നു: അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. നിങ്ങൾ എന്ത് പറയുന്നു അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടും ദൈവവചന അടിസ്ഥാനത്തിലും മാത്രമേ ചിന്തിക്കുകയും പറയുകയും ചെയ്യാവുള്ളൂ. മത്തായി 21:22 ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗത്തിന്, നിങ്ങളുടെ പാപത്തിന്, എല്ലാത്തിനും പരിഹാരം വരുത്തുവാനാണ് നമ്മുടെ ദൈവം ഈ ഭൂമിയിൽ മരിച്ചടക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ആ ദൈവം നമുക്ക് വേണ്ടി ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ നമുക്ക് രോഗസൗഖ്യവും പാപമോചനവും എല്ലാം ഉണ്ട്. മർക്കോസ് 16:17 ഇപ്രകാരം പറയുന്നു: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, നിങ്ങൾ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് എന്തെല്ലാം രോഗമായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ ദൈവവചനം പറഞ്ഞ് കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളിലൂടെ തന്നെ അത്ഭുതങ്ങൾ ചെയ്യും. സ്തോത്രം. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു: രോഗികൾക്ക് നല്ല വൈദ്യനാകും യേശുദാൻ, പല രോഗികളും യേശുവിൻ്റെ നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു എന്നറിയപ്പെടുന്ന അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനത്തിൻ്റെ ചില വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ദൈവം, പാട്ടുകാരൻ ഇപ്രകാരം പറയുകയാണ്: ദൈവത്തിൻ്റെ പാദപീഠം നമ്മുടെ വൈദ്യശാലയാണ്. ഈ ലോകത്തിലുള്ള വൈദ്യന്മാരെല്ലാവരും സ്തോത്രം, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള വൈദ്യശാസ്ത്രം നമ്മളെ ഒരു പരിധി കഴിയുമ്പോൾ തള്ളിക്കളയും, ഉപേക്ഷിക്കുമെന്ന ലോകാവസാനത്തോളം ഞാൻ നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയത്തില്ലെന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ വിഷയത്തിൻ്റെ വിടുതലിനായി നിങ്ങളുടെ റൂമുകളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഈ ഓൺലൈനിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പാട്ടിലൂടെ, ഈ ദൈവവചനത്തിലൂടെ ഇറങ്ങി വരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ വരി ഞാൻ പാടുന്നു. നിങ്ങൾ എന്നോട് ചേർന്ന് പാടുമല്ലോ. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശു താൻ, പല രോഗികൾ തൻ നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശു താൻ, പല രോഗികൾ തൻ നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. വ്യാധി പീഡയാൽ വലയും മർത്യഗണത്തെ സർവവ്യാധിയും ചുമന്നൊഴിച്ച നാഥനീവൻ താൻ. വ്യാധി പീഡയാൽ വലയും മർത്യഗണത്തെ സർവവ്യാധിയും ചുമന്നൊഴിച്ച നാഥനീവൻ താൻ. തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാം, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാം, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി.
വേദനകൾ സ്വന്തമേനിയിൽ യേശു ശാന്തമായി സഹിച്ചു മാനം നൊന്തെനിക്കായി. എന്തുമാത്രം വേദനകൾ സ്വന്തമേനിയിൽ യേശു ശാന്തമായി സഹിച്ചു മാനം നൊന്തെനിക്കായി. ഔഷധം എനിക്കവൻ്റെ ദിവ്യവാചനം ഈ സിദ്ധൌഷധം താരുന്നു വിവലാത്മനിമ്പമായി. ഔഷധം എനിക്കവൻ്റെ ദിവ്യവാചനം ഈ സിദ്ധൌഷധം താരുന്നു വിമലാത്മനിമ്പമായി. വ്യാധിയിലെൻ്റെ കിടക്ക മാറ്റി തന്നിടും ബഹുമോദമായി എനിക്കു താൻ ശുശ്രൂഷ ചെയ്തിടും. വ്യാധിയിലെൻ്റെ കിടക്ക മാറ്റി തന്നിടും ബഹുമോദമായി എനിക്കു താൻ ശുശ്രൂഷ ചെയ്തിടും. യേശുവിൻ കൈ എൻ ശിരസിൻ മേലിരിക്കുന്നു. എൻ്റെ യേശു ആശ്ലേഷിച്ചിടുന്നു തൻ വലം കൈയാൽ. യേശുവിൻ കൈ എൻ ശിരസിൻ മേലിരിക്കുന്നു. എന്നെ യേശു ആശ്ലേഷിച്ചിടുന്നു തൻ വലം കൈയാൽ. രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശു താൻ. പല രോഗികൾ തൻ നാമത്തിൽ ആശ്വാസം പ്രാപിച്ചു. അതേ പ്രിയമുള്ളവരെ, രോഗികൾക്ക് നല്ല വൈദ്യനായ ദൈവം ഏതെല്ലാം വിഷയത്തിലൂടെ, ഏതെല്ലാം രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോയാലും തീർച്ചയായിട്ടും ഈ ചെറു സന്ദേശവും അതുപോലെ തന്നെ ഈ ഗാനവും നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.